ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ നോബൽ ജേതാവ് ആരാണ്? രബീന്ദ്രനാഥ് ടാഗോർ. 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച രബീന്ദ്രനാഥ് ടാഗോർ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ നോബൽ ജേതാവാണ്. അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന കൃതി ലോകപ്രശസ്തമാണ്. നെല്ലിന്റെ താഴ്വര എന്നർത്ഥമുള്ള ഡെൻജോങ് എന്ന പുരാതന നാമം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റേതാണ്? സിക്കിം. ഡെൻജോങ് എന്നത് സിക്കിമിന്റെ പ്രാചീനമായ ടിബറ്റൻ പേരാണ്. നെല്ലിന്റെ താഴ്വര അല്ലെങ്കിൽ രഹസ്യ താഴ്വര എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. സിക്കിമിന്റെ ഫലഭൂയിഷ്ഠമായ താഴ്വരകളെ ഇത് സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ജില്ല ഏതാണ്? കന്യാകുമാരി. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ഭൂപ്രദേശം. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണിത്. ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന വധശിക്ഷാ നിരക്കുള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂർ. സിംഗപ്പൂർ കടുത്ത നിയമങ്ങൾക്കും കർശനമായ ശിക്ഷാ നയങ്ങൾക്കും പേരുകേട്ട രാജ്യമാണ്. മയക്കുമരുന്ന് കടത്ത് പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇവിടെ വധശിക്ഷ നിലവിലുണ്ട്. നമീബിയ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? ദക്ഷിണാഫ്രിക്ക. നമീബിയ ദക്ഷിണാഫ്രിക്കയുടെ ഭരണത്തിൻ കീഴിലായിരുന്ന ഒരു രാജ്യമായിരുന്നു. ദീർഘകാലത്തെ സമരങ്ങൾക്കും രാജ്യാന്തര ഇടപെടലുകൾക്കും ശേഷം 1990 മാർച്ച് 21 നമീബിയക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യയുടെ വിസ്തീർണം ഏകദേശം എത്ര ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്? 32.9 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഇതിന്റെ ആകെ വിസ്തീർണം ഏകദേശം 3.287 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ കായിക മേഖലയിലെ പ്രധാന സ്ഥാപനങ്ങളിലൊന്നാണ് പട്യാലയിലെ നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് NSNIS. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണാർത്ഥമാണ് ഈ സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുന്നത്. ഈജിപ്തിന്റെ ഭാഗമായ സിനായ് ഉപദ്വീപ് ഏതു വൻകരയിലാണ്? ഏഷ്യ. സിനായ് ഉപദ്വീപ് ഈജിപ്തിന്റെ ഭാഗമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായി ഇത് ഏഷ്യൻ വൻകരയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. സൂയസ് കനാൽ ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള അതിർത്തിയായി വർത്തിക്കുന്നു. ജഹാംഗീറിന്റെ മരണശേഷം ഷാജഹാൻ സ്ഥലത്തില്ലാത്തതിനാൽ ആരെയാണ് ആസഫ് ഖാൻ താൽക്കാലിക ഭരണാധികാരിയായി വാഴിച്ചത്? ദാവർ ബഷ്. ജഹാംഗീറിന്റെ മരണശേഷം തന്റെ മരുമകനായ ദാവർ ബഷിനെ താൽക്കാലിക ഭരണാധികാരിയായി ആസഫ് ഖാൻ വാഴിച്ചു. ഷാജഹാൻ ഡെക്കാനിൽ നിന്ന് മടങ്ങിവരുന്നതുവരെ സിംഹാസനം സംരക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ബക്രനങ്കൽ. ഹിമാചൽ പ്രദേശിലെ സത്ലജ് നദിയിൽ നിർമ്മിച്ച ബക്രനങ്കൽ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുരുത്വാകർഷണ അണക്കെട്ടാണ്. ഇത് ജലസേചനം, വൈദ്യുതി ഉത്പാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ. കേരളത്തിലെ വയനാട് ജില്ലയിൽ കബിനി നദിയുടെ പോഷകനദിയായ കരമനത്തോടിന് കുറുകെ നിർമ്മിച്ച അണക്കെട്ടാണ് ബാണാസുര സാഗർ. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ടാണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്ന ആൽക്കഹോൾ ഏതാണ്? എത്തൈൽ ആൽക്കഹോൾ, എത്നോൾ. കുടിക്കുന്ന മദ്യങ്ങളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളാണ് എത്തൈൽ ആൽക്കഹോൾ (C2H5O). ഇത് കരിമ്പ്, ധാന്യങ്ങൾ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെയാണ് ഉത്പാദിപ്പിക്കുന്നത്. കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി (കസറ്റ്) യുടെ ആദ്യ വൈസ് ചാൻസലറായിരുന്നത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരനും നിരൂപകനുമായിരുന്നു അദ്ദേഹം. 1898 സ്പാനിഷ് അമേരിക്കൻ യുദ്ധം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? ക്യൂബ.
1898-ലെ സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിന്റെ പ്രധാന കാരണം ക്യൂബയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടമായിരുന്നു. ക്യൂബയിലെ സ്പാനിഷ് ഭരണത്തോടുള്ള അമേരിക്കയുടെ ഇടപെടലുകളാണ് യുദ്ധത്തിന് തിരികൊളുത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺസ് ക്ലബ്ബ് 1956-ൽ സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈ. അന്താരാഷ്ട്ര സേവന സംഘടനയായ ലയൺസ് ക്ലബിന്റെ ഇന്ത്യയിലെ ആദ്യ ശാഖ 1956-ൽ മുംബൈയിൽ ആരംഭിച്ചു. ഇത് സാമൂഹിക സേവനങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഈഡിപ്പസ് രാജാവ് എന്ന ഗ്രീക്ക് നാടകം രചിച്ചത് ആരാണ്? സോഫോക്ലിസ്. പ്രാചീന ഗ്രീക്ക് ദുരന്തനാടകങ്ങളുടെ കർത്താവായ സോഫോക്ലിസ് രചിച്ച പ്രശസ്തമായ നാടകമാണ് ഈഡിപ്പസ് റെക്സ്, ഈഡിപ്പസ് രാജാവ്. ഇത് മനുഷ്യന്റെ വിധിയെയും ദുരന്തങ്ങളെയും കുറിച്ചുള്ള ഒരു പഠനമായി കണക്കാക്കപ്പെടുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിലെ കടുവ ഇന്ത്യൻ വന്യജീവി വൈവിധ്യത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. പനമരവും കടുവയുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നത്തിലുള്ളത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത് ആരാണ്? ഗവർണർ. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുകയും ചെയ്യാം. ആർട്ടിക്കിൾ 356. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബംഗളൂരു. ഇന്ത്യയുടെ വിവരസാങ്കേതികവിദ്യാ തലസ്ഥാനമായി അറിയപ്പെടുന്ന നഗരമാണ് ബംഗളൂരു. ഇവിടെ നിരവധി ഐ.ടി. കമ്പനികളും സ്റ്റാർട്ടപ്പുകളും പ്രവർത്തിക്കുന്നു. ഈ മേഖലയിലെ വളർച്ച കാരണം ഇതിനെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു. ബാറ്റ്മാൻ പട്ടണം ഏത് രാജ്യത്താണ്? തുർക്കി. തെക്കുകിഴക്കൻ തുർക്കിയിലെ ഒരു നഗരമാണ് ബാറ്റ്മാൻ. ഈ നഗരത്തിലൂടെ ബാറ്റ്മാൻ നദി ഒഴുകുന്നു. പ്രസിദ്ധമായ കോമിക് കഥാപാത്രവുമായി ഇതിന് ബന്ധമൊന്നുമില്ല. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 1952-ൽ എവിടെയാണ് നടന്നത്? മുംബൈ. 1952-ൽ മുംബൈയിൽ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടന്നത്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. രാജീവ് ഗാന്ധി വധത്തിനു പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? വർമ്മ കമ്മീഷൻ. രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ജെ.എസ്. വർമ്മയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മീഷനാണ് വർമ്മ കമ്മീഷൻ. പിന്നീട് ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ ജെയിൻ കമ്മീഷനെയും നിയമിച്ചിരുന്നു. രാജസ്ഥാനിലെ പ്രധാന ഭാഷകൾ ഏതെല്ലാമാണ്? ഹിന്ദി, രാജസ്ഥാനി. ഹിന്ദിക്ക് പുറമെ രാജസ്ഥാനിലെ പ്രധാന പ്രാദേശിക ഭാഷയാണ് രാജസ്ഥാനി. മാർവാടി, മേവാരി, ദുന്ധാരി, ഹഡൂതി തുടങ്ങിയ നിരവധി ഉപഭാഷകൾ ഇതിനുണ്ട്. ഇന്ത്യ ആക്രമിക്കാൻ ബാബറെ ക്ഷണിച്ചത് ആരാണ്? ദൗലത് ഖാൻ ലോധി. ഡൽഹി സുൽത്താൻ ഇബ്രാഹിം ലോധിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പഞ്ചാബിലെ ഗവർണറായിരുന്ന ദൗലത് ഖാൻ ലോധി കാബൂളിലെ മുഗൾ ഭരണാധികാരിയായ ബാബറെ ഇന്ത്യ ആക്രമിക്കാൻ ക്ഷണിച്ചു. ഇത് 1526-ലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലേക്ക് നയിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി അറിയപ്പെട്ടിരുന്ന ഇരട്ടപ്പേര് എന്തായിരുന്നു? ദി ജോൺ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയെ ജോൺ കമ്പനി എന്നും സാധാരണയായി വിളിച്ചിരുന്നു. ഇത് കമ്പനിയുടെ വലിയ സ്വാധീനത്തെയും ഇന്ത്യയിലെ വ്യാപാരത്തിലുമുള്ള അതിന്റെ പങ്കിനെയും സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി പിതൃഹത്യ നടത്തിയ രാജാവ് ആരാണ്? അജാതശത്രു. മഗധയിലെ ഹര്യങ്ക രാജവംശത്തിലെ രാജാവായിരുന്ന അജാതശത്രു തന്റെ പിതാവായ ബിംബിസാരനെ തടവിലാക്കി സിംഹാസനം പിടിച്ചെടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൂഗ്ലി ഏത് നദിയുടെ കൈവഴിയാണ്? ഗംഗ. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഹൂഗ്ലി നദി ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണ്. ഗംഗാനദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ശാഖ ഹൂഗ്ലി നദിയായി പശ്ചിമ ബംഗാളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ടൈപ്പ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആൻറ്റിമണി, കറുത്തീയം, ലെഡ്, വെളുത്തീയം, ടിൻ.
ടൈപ്പ് മെറ്റൽ അച്ചടി വ്യവസായത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ലോഹസങ്കരമാണ്. ലെഡ്, ടിൻ, ആന്റിമണി എന്നിവ ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഇന്ദിര പ്രിയദർശിനി ഇന്ദിരാഗാന്ധി ജനിച്ചത് എപ്പോഴാണ്? 1917 നവംബർ 19. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി 1917 നവംബർ 19 അലഹബാദിലാണ് ജനിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഏക മകളായിരുന്നു അവർ. ഏരിയാന എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിശാലമായ ചരിത്രപരമായ പ്രദേശത്തിന് പ്രാചീനകാലത്ത് ഉപയോഗിച്ചിരുന്ന പേരാണ് ഏരിയാന. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മഡഗാസ്കർ. ആഫ്രിക്കയുടെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. ജൈവവൈവിധ്യത്തിന് പേരുകേട്ട ഈ ദ്വീപ് സ്വന്തമായുള്ള ഒരുപാട് സസ്യജന്തുജാലങ്ങൾക്ക് ആവാസവ്യവസ്ഥ ഒരുക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി എന്ന വിശേഷണം 2009 സ്വന്തമാക്കിയ ഒറാങ്കി ടൗൺഷിപ്പ് എവിടെയാണ്? കറാച്ചി. പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള ഒറാങ്കി ടൗൺഷിപ്പ് ഒരു വലിയ അനൗപചാരിക വാസസ്ഥലമാണ്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ പെരിക്ലിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗുപ്തകാലഘട്ടം. പ്രാചീന ഇന്ത്യയിലെ ഗുപ്തകാലഘട്ടം ഏകദേശം ക്രി.വ. 320 മുതൽ 550 വരെ കല, ശാസ്ത്രം, സാഹിത്യം, വാസ്തുവിദ്യ എന്നിവയിൽ വലിയ പുരോഗതി കണ്ടതിനാൽ സുവർണ കാലഘട്ടം അല്ലെങ്കിൽ പെരിക്ലിയൻ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള കരബന്ധം വേർപെടുത്തപ്പെട്ടതിന് കാരണം എന്താണ്? സൂയസ് കനാൽ. 1869 തുറന്ന സൂയസ് കനാൽ ഏഷ്യൻ വൻകരയെ ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് വേർപെടുത്തുന്നു. ഈ കനാൽ മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ ചക്രവർത്തി ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ പ്രാചീന ഇന്ത്യയിലെ ആദ്യത്തെ ഏകീകൃത സാമ്രാജ്യം സ്ഥാപിച്ച ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്നു. ഈസ്റ്റ് ലണ്ടൻ എന്ന ആഫ്രിക്കൻ തുറമുഖ പട്ടണം ഏത് രാജ്യത്താണ്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ കിഴക്കൻ കേപ്പ് പ്രവിശ്യയിൽ ബഫല്ലോ നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖ നഗരമാണ് ഈസ്റ്റ് ലണ്ടൻ. ഇത് രാജ്യത്തെ ഏക നദീതീര തുറമുഖമാണ്. ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിന്റെ ആസ്ഥാനകവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വള്ളത്തോൾ നാരായണമേനോൻ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കേരള സർക്കാർ വള്ളത്തോൾ നാരായണമേനോനെ മലയാളത്തിന്റെ ആസ്ഥാനകവിയായി തിരഞ്ഞെടുത്ത് ആദരിച്ചു. മലയാള കവിതയെയും കലയെയും ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. ക്രിസ്മസ് ബോംബിംഗ് എന്ന പേരിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് എവിടെയാണ്? വിയറ്റ്നാം. 1972 ഡിസംബറിൽ വിയറ്റ്നാം യുദ്ധസമയത്ത് അമേരിക്ക വടക്കൻ വിയറ്റ്നാമിൽ നടത്തിയ കനത്ത ബോംബാക്രമണമാണ് ഓപ്പറേഷൻ ലൈൻബാക്കർ 2 അഥവാ ക്രിസ്മസ് ബോംബിംഗ് എന്നറിയപ്പെടുന്നത്. എ.ആർ. റഹ്മാൻ ജനിച്ചത് എവിടെ? ചെന്നൈ. പ്രശസ്ത സംഗീതജ്ഞനായ എ.ആർ. റഹ്മാൻ 1967 ജനുവരി 6 ചെന്നൈയിൽ, അന്ന് മദ്രാസ്, ജനിച്ചു. ആഗോളതലത്തിൽ ശ്രദ്ധേയനായ അദ്ദേഹം ഇന്ത്യയുടെ സംഗീത മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ഗോവ. ഗോവയിലെ പഞ്ചിമിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് NIWS ജല കായിക വിനോദങ്ങളുടെ പ്രചാരണത്തിനും പരിശീലനത്തിനും പ്രാധാന്യം നൽകുന്നു. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതി ഏതാണ്? ജനറൽ അസംബ്ലി. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന നയരൂപീകരണ സമിതിയാണ് ജനറൽ അസംബ്ലി. ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ 193 അംഗരാജ്യങ്ങൾക്കും ഇതിൽ പ്രാതിനിധ്യമുണ്ട്. ഓരോ രാജ്യത്തിനും ഒരു വോട്ട് വീതം ലഭിക്കുന്നു. കൂക്ക പ്രസ്ഥാനം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. 19-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിൽ രൂപം കൊണ്ട ഒരു സാമൂഹിക മത രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കൂക്ക പ്രസ്ഥാനം. ഭായ് ബാലക് സിംഗ് ആണ് ഇത് സ്ഥാപിച്ചത്.
ഏത് രാജ്യക്കാരുമായിട്ടാണ് മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? നെതർലാൻഡ്സ്, ഡച്ചുകാർ. 1753-ൽ തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചതിന് ശേഷമായിരുന്നു ഈ ഉടമ്പടി. കേരള സർക്കാരിന്റെ സ്വാതി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? സോമനാക്കുടി ശ്രീനിവാസ അയ്യർ. 1997-ൽ കേരള സർക്കാർ സംഗീതലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് വയലിനിസ്റ്റ് സോമനാക്കുടി ശ്രീനിവാസ അയ്യർക്കാണ് ആദ്യമായി സ്വാതി പുരസ്കാരം നൽകിയത്. 1914-ൽ സർ ബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന നേതാക്കളിലൊരാളായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ 1914-ൽ ബ്രിട്ടീഷ് സർക്കാർ വാഗ്ദാനം ചെയ്ത സർ ബഹുമതി നിരസിച്ചു. ഗാന്ധി സമാധാന സമ്മാനത്തിന് ആദ്യമായി അർഹനായത് ആരാണ്? ജൂലിയസ് നെരേരെ. 1995-ൽ ആദ്യമായി ഏർപ്പെടുത്തിയ ഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് ടാൻസാനിയയുടെ മുൻ പ്രസിഡന്റ് ജൂലിയസ് നെരേരക്കാണ്. സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന ഒരു അന്താരാഷ്ട്ര പുരസ്കാരമാണിത്. തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏതു വർഷത്തിലാണ്? AD 1869. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം 1869-ൽ ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്താണ് നിർമ്മിച്ചത്. തിരുവിതാംകൂറിന്റെ ഭരണസിരാകേന്ദ്രമായി മാറിയ ഈ കെട്ടിടം അന്ന് ഹുസൂർ കച്ചേരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചരകസംഹിത എന്തിനെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്? വൈദ്യം. ആയുർവേദത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നാണ് ചരകസംഹിത. ഇത് പ്രാചീന ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ നൽകുന്നു. ചാർമിനാർ നിർമ്മിച്ച വർഷം ഏതാണ്? 1591. ഹൈദരാബാദിലെ പ്രശസ്തമായ സ്മാരകമായ ചാർമിനാർ 1591-ൽ കുലി കുതുബ് ഷായാണ് നിർമ്മിച്ചത്. നഗരത്തിൽ പ്ലേഗ് രോഗം അവസാനിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഇത് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ചാർമിനാർ എക്സ്പ്രസ് ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹൈദരാബാദ്, ചെന്നൈ. ദക്ഷിണ റെയിൽവേ സോണിന് കീഴിലുള്ള ഒരു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണ് ചാർമിനാർ എക്സ്പ്രസ്. ഇത് ഹൈദരാബാദിനെയും ചെന്നൈയെയും ബന്ധിപ്പിക്കുന്നു. ചാർവാക മതത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബൃഹസ്പതി. പ്രാചീന ഇന്ത്യൻ ഭൗതികവാദ ദർശനങ്ങളിൽ ഒന്നാണ് ചാർവാക മതം. ബൃഹസ്പതിയെയാണ് ഈ ദർശനത്തിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നത്. പക്ഷികളിൽ ഏറ്റവും കുറവ് വികാസം പ്രാപിച്ച ഇന്ദ്രിയം? ഘ്രാണേന്ദ്രിയം. പക്ഷികളിൽ പൊതുവെ കാഴ്ചശക്തിക്ക് വലിയ പ്രാധാന്യമുള്ളതിനാൽ മണക്കാനുള്ള ശേഷി അഥവാ ഘ്രാണേന്ദ്രിയം മറ്റു ചില ജീവികളെ അപേക്ഷിച്ച് കുറവ് വികാസം പ്രാപിച്ചതാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റായ നൈക്ക് അപ്പാച്ചെ നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? USA. തിരുവനന്തപുരത്തെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനിൽ TRLS നിന്ന് 1963 നവംബർ 21-ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ. അമേരിക്കൻ നിർമ്മിതമായ ഈ സൗണ്ടിംഗ് റോക്കറ്റ് ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യയുടെ ആദ്യ ചുവടുവെപ്പായിരുന്നു. ചരൺ സിംഗിന്റെ സമാധി എവിടെയാണ്? കിസാൻഘട്ട്. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗിന്റെ സമാധിസ്ഥലം കിസാൻഘട്ട് എന്നറിയപ്പെടുന്നു. കിസാൻ എന്നാൽ കർഷകൻ എന്നാണർത്ഥം. സോഷ്യൽ ഡെവലപ്മെന്റ് സംബന്ധിച്ച ആദ്യ ഉച്ചകോടി നടന്ന സ്ഥലം ഏതാണ്? കോപ്പൻഹേഗൻ. 1995-ൽ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വെച്ചാണ് സാമൂഹിക വികസനത്തെക്കുറിച്ചുള്ള ആദ്യ ലോക ഉച്ചകോടി നടന്നത്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമൂഹിക അസമത്വം എന്നിവയായിരുന്നു ഉച്ചകോടിയുടെ പ്രധാന വിഷയങ്ങൾ. ശതവാഹന വംശം സ്ഥാപിച്ചത് ആരാണ്? സിമുഗൻ. പ്രാചീന ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന രാജവംശമായിരുന്നു ശതവാഹന രാജവംശം. സിമുഗനാണ് ഈ രാജവംശം സ്ഥാപിച്ചത്. കേരള സംസ്ഥാനത്ത് ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1957.
1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം 1957 മാർച്ചിലാണ് ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ചരൽക്കുന്ന് ഏത് നിലയിൽ പ്രസിദ്ധമാണ്? വിനോദസഞ്ചാര കേന്ദ്രം. പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ചരൽക്കുന്ന്. ഇവിടെ ഒരു പോലീസ് പരിശീലന കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ടോങ്കയുടെ പഴയ പേരെന്താണ്? ഫ്രണ്ട്ലി ഐലൻഡ്സ്. പസഫിക് സമുദ്രത്തിലെ ഒരു പോളിനേഷ്യൻ രാജ്യമാണ് ടോങ്ക. യൂറോപ്യൻ പര്യവേക്ഷകനായ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ആണ് ഈ ദ്വീപുകളെ ഫ്രണ്ട്ലി ഐലൻഡ്സ് എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ കടൽ സാമീപ്യമില്ലാത്തത് ഏതാണ്? തൃശൂർ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ നഗരമാണ് തൃശൂർ. മറ്റു പല കോർപ്പറേഷനുകൾക്കും കടൽത്തീരമുണ്ടെങ്കിലും തൃശൂർ പൂർണ്ണമായും ഉൾനാടൻ പ്രദേശമാണ്. സിഖുകാരുടെ 10ാമത്തെയും അവസാനത്തെയും ഗുരു ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ്. സിഖ് മതത്തിന്റെ 10ാമത്തെയും അവസാനത്തെയും ഗുരു ഗോവിന്ദ് സിംഗ് ആയിരുന്നു. ഖൽസ എന്ന യോദ്ധൃ സമൂഹത്തെ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം സ്ഥാപിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? രാജാ കേശവദാസ്. തിരുവിതാംകൂറിലെ പ്രശസ്തനായ ദിവാനായിരുന്ന രാജാ കേശവദാസാണ് തിരുവനന്തപുരം നഗരത്തിലെ ചാലക്കമ്പോളം സ്ഥാപിച്ചത്. ഇദ്ദേഹം തിരുവിതാംകൂറിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകി. ഏതു വൻകരയിലാണ് ഒറാങ് ഉട്ടാനെ കാണുന്നത്? ഏഷ്യ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ബോർണിയോ, സുമാത്ര എന്നീ ദ്വീപുകളിലാണ് ഒറാങ് ഉട്ടാനുകൾ പ്രധാനമായും കാണപ്പെടുന്നത്. വംശനാശഭീഷണി നേരിടുന്ന ഈ കുരങ്ങുവർഗക്കാർ മഴക്കാടുകളിലാണ് വസിക്കുന്നത്. ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്രയാണ്? 120 ദിവസം. മനുഷ്യശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ എറിത്രോസൈറ്റുകൾ ശരാശരി ആയുസ് ഏകദേശം 120 ദിവസമാണ്. അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ഇവ രക്തത്തിലൂടെ ഓക്സിജൻ വഹിച്ചുകൊണ്ടുപോകുന്നു. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി 1967 സ്വീകരിച്ച സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. 1963 ഇന്ത്യൻ യൂണിയന്റെ 16ാം സംസ്ഥാനമായി നാഗാലാൻഡ് രൂപീകൃതമായി. 1967 ഇംഗ്ലീഷിനെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചു. ക്യോഡോ ന്യൂസ് എവിടത്തെ വാർത്താ ഏജൻസിയാണ്? ജപ്പാൻ. ജപ്പാനിലെ ഒരു പ്രമുഖ വാർത്താ ഏജൻസിയാണ് ക്യോഡോ ന്യൂസ്. 1945 സ്ഥാപിതമായ ഇത് ജപ്പാനിലെയും ലോകത്തിലെയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിനു ശേഷം വിൻസ്റ്റൺ ചർച്ചിലിനെ പരാജയപ്പെടുത്തി ക്ലെമന്റ് ആറ്റ്ലിയുടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഇദ്ദേഹമാണ്. ചുവന്ന രക്താണുക്കളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? പ്ലീഹ, സ്പ്ലീൻ. പ്ലീഹ എന്നത് വയറിന്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ്. ഇത് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും പഴയ രക്താണുക്കളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിനാൽ രക്താണുക്കളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നു. എവിടത്തെ പ്രധാനമന്ത്രിയുടെ വസതിയാണ് 24 സസെക്സ് ഡ്രൈവ്? കാനഡ. കാനഡയുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ഒട്ടാവയിലെ 24 സസെക്സ് ഡ്രൈവ്. കനേഡിയൻ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമായി ഇത് കണക്കാക്കപ്പെടുന്നു. വനം, പരിസ്ഥിതി പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിലാദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി ഏതാണ്? കൽക്കട്ട ഹൈക്കോടതി. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ഇന്ത്യയിലാദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ചത് കൽക്കട്ട ഹൈക്കോടതിയാണ്. ഇത് പരിസ്ഥിതി നീതിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന നടപടിയായിരുന്നു. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? തിരുവഞ്ചിക്കുളം. AD 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം മഹിമകൂടായ തിരുവഞ്ചിക്കുളമായിരുന്നു. മഹോദയപുരം.
ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതിയായ സട്ടൺ പ്ലേസ് എവിടെയാണ്? ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ മാൻഹട്ടനിലുള്ള സട്ടൺ പ്ലേസാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതി. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര വസതികളിൽ ഒന്നാണ്. ഇംഗ്ലീഷ് കാൽപ്പനിക കവിതയിലെ കുയിൽ എന്നറിയപ്പെട്ടത്? പി.ബി. ഷെല്ലി. പ്രശസ്ത ഇംഗ്ലീഷ് കാൽപ്പനിക കവികളിൽ ഒരാളായ പെർസി ബൈഷെ ഷെല്ലിയെ ഇംഗ്ലീഷ് കാൽപ്പനിക കവിതയിലെ കുയിൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകൃതിയോടുള്ള സ്നേഹവും ഗാനരചനാ വൈദഗ്ധ്യവുമാണ് ഈ വിശേഷണത്തിന് കാരണം. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? നെവിൽ ചേംബർലൈൻ. 1939-ൽ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുമ്പോൾ നെവിൽ ചേംബർലൈൻ ആയിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി. ജർമ്മനിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതിന് അദ്ദേഹം വിമർശിക്കപ്പെട്ടു. ജമ്മുവിൽ നിന്ന് കാശ്മീർ താഴ്വരയെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? പീർ പഞ്ചൽ. പീർ പഞ്ചൽ പർവ്വതനിരകൾ ഹിമാലയത്തിലെ ഒരു ഭാഗമാണ്. ജമ്മു കശ്മീരിലെ പ്രധാന മലനിരകളിൽ ഒന്നായ ഇത് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയിൽ നിന്ന് വേർതിരിക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ഏത് രാജ്യത്തെയാണ് ആദ്യം ആക്രമിച്ചത്? പോളണ്ട്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചത്. ഈ ആക്രമണം ബ്രിട്ടനെയും ഫ്രാൻസിനെയും യുദ്ധത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചു. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. ശുക്രൻ ഗ്രഹത്തിന് ഭൂമിയുമായി സമാനമായ വലുപ്പവും പിണ്ഡവും ഉള്ളതിനാൽ ഇതിനെ ഭൂമിയുടെ ഇരട്ട എന്ന് വിശേഷിപ്പിക്കുന്നു. എന്നിരുന്നാലും ശുക്രന്റെ അന്തരീക്ഷം വളരെ കട്ടിയുള്ളതും താപനില വളരെ ഉയർന്നതുമാണ്. സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? എം.പി. പോൾ. 1945-ൽ കോട്ടയത്ത് രൂപീകരിച്ച സാഹിത്യപ്രവർത്തക സഹകരണ സംഘം SPCS മലയാളത്തിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അവർക്ക് റോയൽറ്റി ഉറപ്പാക്കുകയും ചെയ്തു. നയാഗ്ര വെള്ളച്ചാട്ടം ഏതു വൻകരയിലാണ്? വടക്കേ അമേരിക്ക. കാനഡയ്ക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കുമിടയിലുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നയാഗ്ര വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? മൊറാർജി ദേശായി. 1967 മുതൽ 1969 വരെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി പിന്നീട് 1977-ൽ ജനതാ പാർട്ടിയുടെ നേതാവായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഏതു വൻകരയിലാണ് സിൽക്ക് റൂട്ട് അഥവാ പട്ടുപാത? ഏഷ്യ. കിഴക്കൻ ഏഷ്യയെ പടിഞ്ഞാറൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നിവിടങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്ന പുരാതന വ്യാപാര പാതകളുടെ ഒരു ശൃംഖലയാണ് സിൽക്ക് റൂട്ട് അഥവാ പട്ടുപാത. 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി ആരാണ്? മാഡം ക്യൂറി. മാരി ക്യൂറിക്ക് ഭൗതികശാസ്ത്രത്തിനും 1903 രസതന്ത്രത്തിനും 1911 നോബൽ സമ്മാനം ലഭിച്ചു. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതിനും റേഡിയം, പൊളോണിയം എന്നീ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തതിനും അവർക്ക് ഈ പുരസ്കാരങ്ങൾ ലഭിച്ചു. ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്ത് മാറ്റത്തിന് ഉദാഹരണമാണ്? രാസമാറ്റം. ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഒരു രാസമാറ്റമാണ്. ഈ പ്രക്രിയയിൽ ഇരുമ്പ് ഓക്സിജനുമായും ജലാംശവുമായും പ്രതിപ്രവർത്തിച്ച് അയേൺ ഓക്സൈഡ്, തുരുമ്പ് ആയി മാറുന്നു. ഇത് പുതിയൊരു പദാർത്ഥമാണ്. സൂഫി വിഭാഗം ഏതു മതത്തിലാണ് രൂപം കൊണ്ടത്? ഇസ്ലാം. സൂഫിസം ഇസ്ലാമിലെ ഒരു ആത്മീയ വിഭാഗമാണ്. 13-ാം നൂറ്റാണ്ടോടുകൂടി സൂഫിസം ഒരു പ്രധാന പ്രസ്ഥാനമായി വികസിച്ചു. ആത്മീയ ശുദ്ധിക്കും ദൈവവുമായുള്ള അടുപ്പത്തിനും ഇത് ഊന്നൽ നൽകുന്നു. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വിദേശ സഹായ ഏജൻസിയായ USAID ഒരു ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ്. ഇതിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC-യിലാണ്. സുവർണക്ഷേത്രത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത്? അമൃത്സർ.
സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായ സുവർണക്ഷേത്രം ഹർമന്ദിർ സാഹിബ് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അമൃത്സർ. പഞ്ചാബിലാണ് ഈ നഗരം. ഇന്റർഫാക്സ് എവിടത്തെ വാർത്താ ഏജൻസിയാണ്? റഷ്യ. റഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ വാർത്താ ഏജൻസിയാണ് ഇന്റർഫാക്സ്. 1990-ൽ സ്ഥാപിതമായ ഇത് സോവിയറ്റ് യൂണിയനിലെ ആദ്യത്തെ സർക്കാർ ഇതര വാർത്താ ഏജൻസിയായിരുന്നു. നെൽസൺ മണ്ടേല ഏത് രാജ്യക്കാരനാണ്? ദക്ഷിണാഫ്രിക്ക. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ദക്ഷിണാഫ്രിക്കൻ വിപ്ലവകാരിയും രാഷ്ട്രീയക്കാരനുമായിരുന്നു നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ ഏത്? രാമോജി ഫിലിം സിഇടി, ഹൈദരാബാദ്. ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന രാമോജി ഫിലിം സിഇടി ലോകത്തിലെ ഏറ്റവും വലിയ സംയോജിത ഫിലിം സ്റ്റുഡിയോ കോംപ്ലക്സുകളിൽ ഒന്നാണ്. ഇത് ഗിന്നസ് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം? ജീവകം സി. നെല്ലിക്ക ജീവകം സിയുടെ ഒരു പ്രധാന ഉറവിടമാണ്. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും കൊളാജിൻ ഉത്പാദനത്തിനും സഹായിക്കുന്നു. സുവർണക്ഷേത്രത്തിൽ 1984-ൽ ഇന്ത്യൻ പട്ടാളം നടത്തിയ നീക്കം? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 ജൂണിൽ പഞ്ചാബിലെ അമൃത്സറിലുള്ള സുവർണക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന സിഖ് തീവ്രവാദികളെ തുരത്തുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സുലു വർഗക്കാർ താമസിക്കുന്ന രാജ്യം? ദക്ഷിണാഫ്രിക്ക. സുലു ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ വംശീയ വിഭാഗമാണ്. അവരുടെ സമ്പന്നമായ സംസ്കാരത്തിനും ചരിത്രപരമായ പ്രാധാന്യത്തിനും അവർ അറിയപ്പെടുന്നു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ഒരേയൊരു അമേരിക്കൻ പ്രസിഡന്റ്? വില്യം ഹോവാർഡ് ടാഫ്റ്റ്. അമേരിക്കയുടെ 27ാമത്തെ പ്രസിഡന്റായിരുന്ന വില്യം ഹോവാർഡ് ടാഫ്റ്റ് പിന്നീട് യു.എസ്. സുപ്രീം കോടതിയുടെ 10ാമത്തെ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചു. അമേരിക്കൻ ചരിത്രത്തിൽ ഈ രണ്ട് ഉന്നത പദവികളും വഹിച്ച ഏക വ്യക്തിയാണ് അദ്ദേഹം. ഫ്ലോട്ടിംഗ് സിറ്റി എന്നറിയപ്പെടുന്നത്? വെനീസ്. ഇറ്റലിയിലെ വെനീസ് നഗരം ഫ്ലോട്ടിംഗ് സിറ്റി അല്ലെങ്കിൽ കനാലുകളുടെ നഗരം എന്നറിയപ്പെടുന്നു. ജലപാതകളും കനാലുകളും പാലങ്ങളും നിറഞ്ഞ ഇതിന്റെ തനതായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഈ പേരിന് കാരണം. കാറ്റാടി മില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? നെതർലാൻഡ്സ്. നെതർലാൻഡ്സ് ലോകമെമ്പാടും കാറ്റാടി മില്ലുകൾക്ക് പ്രശസ്തമാണ്. ചരിത്രപരമായി വെള്ളം പമ്പ് ചെയ്യാനും ധാന്യം പൊടിക്കാനും ഈ മില്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്നും ഇവ രാജ്യത്തിന്റെ സാംസ്കാരിക പ്രതീകമാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് എവിടെയാണ്? ഗഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം പാലക്കാട് ജില്ലയിലെ ഗഞ്ചിക്കോടാണ് സ്ഥാപിച്ചത്. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ വികസനത്തിൽ ഈ പദ്ധതി ഒരു നാഴികക്കല്ലായിരുന്നു. കായികലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ്? ലോറസ് അവാർഡ്. കായികലോകത്തെ മികച്ച പ്രകടനങ്ങൾ ആദരിക്കുന്നതിനായി നൽകുന്ന ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ അവാർഡുകളിലൊന്നാണ് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്. ഇത് സ്പോർട്സ് ഓസ്കാർ എന്നറിയപ്പെടുന്നു. വട്ടമേശ സമ്മേളനങ്ങളിൽ അംബേദ്കർ ആരെയാണ് പ്രതിനിധാനം ചെയ്തത്? അധസ്ഥിതർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും ബി.ആർ. അംബേദ്കർ പങ്കെടുത്തു. ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗങ്ങളുടെയും ദളിതരുടെയും അവകാശങ്ങൾക്കുവേണ്ടി ശക്തമായി വാദിച്ചു. ലിങ്കൺ മെമ്മോറിയൽ എവിടെയാണ്? വാഷിംഗ്ടൺ ഡി.സി. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു ദേശീയ സ്മാരകമാണ് ലിങ്കൺ മെമ്മോറിയൽ. ഇത് വാഷിംഗ്ടൺ ഡി.സിയിലെ നാഷണൽ മാളിൽ സ്ഥിതി ചെയ്യുന്നു. ഭാരതീയ സംഗീതകലയുടെ ഉറവിടമായി കരുതുന്ന വേദം? സാമവേദം. 4 വേദങ്ങളിൽ ഒന്നായ സാമവേദം ഇന്ത്യൻ സംഗീതത്തിന്റെ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. ഗാനരൂപത്തിൽ മന്ത്രങ്ങളും സ്തുതികളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി? പമ്പ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നായ പമ്പാനദി പ്രാചീനകാലത്ത് ബാരിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
ശബരിമല ക്ഷേത്രം ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫുക്കറ്റ് എന്ന സുഖവാസ കേന്ദ്രം ഏത് രാജ്യത്താണ്? തായ്ലൻഡ്. തായ്ലൻഡിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും ദ്വീപുമാണ് ഫുക്കറ്റ്. മനോഹരമായ ബീച്ചുകൾക്കും തെളിഞ്ഞ വെള്ളത്തിനും ഇത് പേരുകേട്ടതാണ്. ഗീതഗോവിന്ദം കേരളത്തിൽ അറിയപ്പെടുന്ന പേര്? അഷ്ടപതി. ജയദേവൻ രചിച്ച ഗീതഗോവിന്ദം എന്ന സംസ്കൃത കാവ്യം കേരളത്തിൽ അഷ്ടപതി എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തെ ഇതിൽ വർണ്ണിക്കുന്നു. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ? ചീഫ് ഇലക്ടറൽ ഓഫീസർ. ചീഫ് ഇലക്ടറൽ ഓഫീസർ, സിഇഒ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധിയായി ഓരോ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുഗമമായി നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ഇദ്ദേഹത്തിനാണ്. ജലത്തിന്റെ സ്ഥിര കാഠിന്യം മാറ്റാൻ ചേർക്കുന്നത്? സോഡിയം കാർബണേറ്റ്. ജലത്തിലെ സ്ഥിര കാഠിന്യം കാൽസ്യം, മഗ്നീഷ്യം അയോണുകൾ മൂലമാണ്. സോഡിയം കാർബണേറ്റ് ചേർക്കുന്നത് ഈ അയോണുകളെ അവക്ഷിപ്തമാക്കി ജലത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നു. സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ നികുതി വരുമാന മാർഗം? വിൽപ്പന നികുതി. സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു വിൽപ്പന നികുതി. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പനയിലൂടെയാണ് ഇത് ശേഖരിച്ചിരുന്നത്. നിലവിൽ ഇത് ചരക്ക് സേവന നികുതിയുടെ GST ഭാഗമാണ്. സൂര്യസിദ്ധാന്തം എന്ന വാനനിരീക്ഷണ ശാസ്ത്രഗ്രന്ഥം രചിച്ച പ്രാചീന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ആര്യഭടൻ. മഹാനായ പ്രാചീന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു ആര്യഭടൻ. ആര്യഭടീയം, സൂര്യസിദ്ധാന്തം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമുള്ള വസ്തു? ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമാണ്. സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാലാണ് രാത്രിയിൽ ഇതിന് തിളക്കം കാണുന്നത്. ഗാന പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഭരത്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗാന പക്ഷി സങ്കേതം, കിയോലാഡിയോ ദേശീയോദ്യാനം, ഒരു ലോക പൈതൃക കേന്ദ്രമാണ്. ദേശാന്തര പക്ഷികളുടെ ഒരു പ്രധാന പ്രജനന കേന്ദ്രമാണിത്. ഗണിതശാസ്ത്രത്തിലെ ഗ്രാഫ് സമ്പ്രദായം കണ്ടുപിടിച്ചത് ആര്? റെനെ ദെക്കാർത്തെ. ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഫ്രഞ്ച് തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു റെനെ ദെക്കാർത്തെ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സമ്പ്രദായം വികസിപ്പിച്ചത് ഇദ്ദേഹമാണ്. സംഘകാലകൃതികളിലെ ആദ്യ ഗ്രന്ഥം? തൊൽക്കാപ്പിയം. സംഘകാലത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം. പ്രാചീന തമിഴ് സാഹിത്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഇത് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. സിരി നഗരം സ്ഥാപിച്ചത്? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനത്തിലെ ഖിൽജി വംശത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. മംഗോൾ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി അദ്ദേഹം സിരി നഗരം സ്ഥാപിച്ചു. ജഹാംഗീറിന്റെ ശവകുടീരം പണികഴിപ്പിച്ചത്? ഷാജഹാൻ. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ ശവകുടീരം ലാഹോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മകനും പിൻഗാമിയുമായ ഷാജഹാനാണ് ഇത് പൂർത്തിയാക്കിയത്. വെള്ളത്തിനടിയിൽ വെച്ച് ശബ്ദലേഖനം ചെയ്യുന്നതിനുള്ള ഉപകരണം? ഹൈഡ്രോഫോൺ. വെള്ളത്തിനടിയിലെ ശബ്ദങ്ങൾ കണ്ടുപിടിക്കാനും റെക്കോർഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോഫോൺ. ഇത് അന്തർവാഹിനികളിലും സമുദ്ര ഗവേഷണങ്ങളിലും ഉപയോഗിക്കുന്നു. സംസ്ഥാനത്തിന്റെ തലവൻ? ഗവർണർ. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ തലവൻ ഗവർണറാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായും സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സ്ഥലം? തഞ്ചാവൂർ. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയെ തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്നു. കാവേരി നദീതടത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് ഇവിടെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം? ഹുസൈൻ സാഗർ.
തെലങ്കാനയിലെ ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഹുസൈൻ സാഗർ. ഇത് ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്നു. പേർഷ്യൻ ഉൾക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ പേർഷ്യൻ ഉൾക്കടൽ തെക്കുപടിഞ്ഞാറൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണ ഉത്പാദന മേഖലകളിലൊന്നായതിനാൽ ഇതിന് തന്ത്രപരമായ പ്രാധാന്യമുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചത് ആര്? ഹാരി ബ്രെയർലി. ബ്രിട്ടീഷ് മെറ്റലർജിസ്റ്റായ ഹാരി ബ്രെയർലിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചത്. 1913 തുരുമ്പിക്കാത്ത ഉരുക്ക് കണ്ടെത്തിയത് വ്യവസായ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ 389. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരം രൂപീകരിച്ച അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ വിഭജനത്തിനുശേഷം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ 299 ആയി കുറഞ്ഞു. കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ലവണം? സിൽവർ അയഡൈഡ്. ക്ലൗഡ് സീഡിംഗ് എന്ന പ്രക്രിയയിലൂടെ കൃത്രിമ മഴ പെയ്യിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് സിൽവർ അയഡൈഡ്. ഇത് മേഘങ്ങളിലെ ജലഗണങ്ങളെ ഘനീഭവിപ്പിക്കാൻ സഹായിക്കുന്നു. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത്? കൊച്ചി രാജ്യം. കൊച്ചി രാജകുടുംബത്തിന്റെ പ്രാചീനകാലത്തെ പേരായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം. മധ്യകേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യമായിരുന്നു കൊച്ചി രാജ്യം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയ ഗവർണർ ജനറൽ? ഡൽഹൌസി. ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു 1848 മുതൽ 1856 വരെ പൊതുമരാമത്ത് വകുപ്പ് PWD സ്ഥാപിക്കുകയും ആധുനിക ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തുടക്കമിടുകയും ചെയ്തു. റെയിൽവേ, ടെലിഗ്രാഫ് എന്നിവയുടെ വികസനത്തിലും ഇദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. പൊതുതിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഇന്ത്യൻ പൗരനാവശ്യമായ കുറഞ്ഞ പ്രായം? 18. ഇന്ത്യൻ ഭരണഘടനയുടെ 61ാം ഭേദഗതി 1989 പ്രകാരം വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 21 നിന്ന് 18 വയസ്സായി കുറച്ചു. ഇത് യുവ പൗരന്മാർക്ക് രാഷ്ട്രീയ പ്രക്രിയകളിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കി. ശൂന്യാകാശത്തേക്ക് ആദ്യം അയക്കപ്പെട്ട ജീവി? നായ ലൈക്ക. 1957 നവംബർ 3 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 2 എന്ന ബഹിരാകാശ വാഹനത്തിൽ ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചു. ബഹിരാകാശ യാത്രയുടെ ജീവികളിന്മേലുള്ള സ്വാധീനം പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ഭാരതരത്നം നേടിയ ആദ്യ വിദേശി? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. 1987 ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശിയാണ് ഇദ്ദേഹം. തിരുമുല്ലവാരം ബീച്ച് ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കടൽത്തീരമാണ് തിരുമുല്ലവാരം ബീച്ച്. ടൂറിസം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. കൃത്രിമ റബ്ബറിന്റെ അടിസ്ഥാന ഘടകം? നിയോപ്രീൻ. പോളിക്ലോറോപ്രീൻ എന്നും അറിയപ്പെടുന്ന നിയോപ്രീൻ ഒരുതരം സിന്തറ്റിക് റബ്ബറാണ്. എണ്ണ, താപം, ഓസോൺ എന്നിവയെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി ഉയരം ഏറ്റവും കൂടിയ ഭൂഖണ്ഡം? അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഇതിന്റെ വലിയൊരു ഭാഗം മഞ്ഞുമൂടിയതിനാൽ ശരാശരി ഉയരം മറ്റു ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. കുറോഷിയോ പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലെ ഒരു ചൂടുള്ള സമുദ്രജല പ്രവാഹമാണ് കുറോഷിയോ പ്രവാഹം. ജപ്പാന്റെ കറുത്ത പ്രവാഹം എന്നും ഇത് അറിയപ്പെടുന്നു. ബുദ്ധന്റെ ആദ്യ മതപ്രഭാഷണം അറിയപ്പെടുന്ന പേര്? ധർമ്മചക്ര പ്രവർത്തനം. ഗൗതമ ബുദ്ധൻ ജ്ഞാനോദയം നേടിയ ശേഷം സാരനാഥിൽ വെച്ച് നടത്തിയ ആദ്യത്തെ പ്രഭാഷണമാണ് ധർമ്മചക്ര പ്രവർത്തനം എന്നറിയപ്പെടുന്നത്. ബുദ്ധമത തത്വങ്ങളുടെ തുടക്കം ഇതിലൂടെയായിരുന്നു. പെരിയാർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്? ഇ.വി. രാമസ്വാമി നായ്ക്കർ.
തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവും ദ്രാവിഡ മുന്നേറ്റത്തിന്റെ സ്ഥാപകനുമായിരുന്നു ഇ.വി. രാമസ്വാമി നായ്ക്കർ. പെരിയാർ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം ജാതിവിവേചനത്തിനെതിരെയും സാമൂഹിക സമത്വത്തിനുവേണ്ടിയും പോരാടി. കൊച്ചിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ട വർഷം 1818. 1818-ൽ കൊച്ചിയിൽ മിഷണറിമാരാണ് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്. ഇത് കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. കൂട്ടുത്തരവാദിത്വം എന്ന ആശയം ഏത് രാജ്യത്തുനിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചത്? ബ്രിട്ടൻ. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന തത്വം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ഇത് പ്രകാരം മന്ത്രിസഭ പാർലമെന്റിനോട്, പ്രത്യേകിച്ച് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്തമുള്ളവരായിരിക്കും. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഖിൽജി സുൽത്താൻ? അലാവുദ്ദീൻ ഖിൽജി. ഖിൽജി വംശത്തിലെ ഏറ്റവും ശക്തനും കൂടുതൽ കാലം ഭരിച്ച 1296 മുതൽ 1316 വരെ സുൽത്താനും അലാവുദ്ദീൻ ഖിൽജിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളും സൈനിക വിജയങ്ങളും ശ്രദ്ധേയമാണ്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1978. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് CSE 1978-ൽ സ്ഥാപിക്കപ്പെട്ടു. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന പ്രാദേശിക സ്റ്റോക്ക് എക്സ്ചേഞ്ചായിരുന്നു ഇത്. പിന്നീട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലയിച്ചു. KPCCയുടെ രണ്ടാമത്തെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു. 1921-ൽ ഒറ്റപ്പാലത്ത് നടന്ന KPCCയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ടി. പ്രകാശമായിരുന്നു. 1923-ൽ പാലക്കാട് വെച്ച് നടന്ന രണ്ടാം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു ആണ്. കൊയാലി എന്തിന് പ്രസിദ്ധം? എണ്ണ ശുദ്ധീകരണശാല. ഗുജറാത്തിലെ കൊയാലിയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ IOC ഒരു വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നു. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. തേക്കടി വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാർ കടുവാ സങ്കേതം തേക്കടി പെരിയാർ നദിയുടെ തീരത്താണ്. വന്യജീവി വൈവിധ്യത്തിനും തടാകത്തിനും ഇത് പ്രസിദ്ധമാണ്. ഏറ്റവും കുറഞ്ഞ ഗർഭകാലമുള്ള ജീവി? അമേരിക്കൻ ഒപ്പോസം. വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന അമേരിക്കൻ ഒപ്പോസത്തിനാണ് സസ്തനികളിൽ ഏറ്റവും കുറഞ്ഞ ഗർഭകാലം ഉള്ളത്, ഏകദേശം 12 മുതൽ 14 വരെ ദിവസങ്ങൾ മാത്രം. ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ? ആത്മാചരൺ അഗർവാൾ. മഹാത്മാഗാന്ധിയുടെ വധക്കേസിൽ വിധി പ്രസ്താവിച്ച പ്രധാന ന്യായാധിപൻ ആത്മാചരൺ അഗർവാൾ ആയിരുന്നു. 1949-ൽ നാഥുറാം ഗോഡ്സെക്കും മറ്റുള്ളവർക്കും ശിക്ഷ വിധിച്ചു. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദി? നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന നെയ്യാർ കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദിയാണ്. നെയ്യാർ ഡാമും അനുബന്ധ വന്യജീവി സങ്കേതവും ഇതിന്റെ തീരത്താണ്. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള വികസിത രാഷ്ട്രം? കാനഡ. കാനഡ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ്. എന്നാൽ ഭൂവിസ്തൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനസാന്ദ്രത വളരെ കുറവാണ്. ഇതൊരു പ്രധാന വികസിത രാജ്യമാണ്. ജർമ്മൻ സിൽവറിന്റെ ഘടകലോഹങ്ങൾ? ചെമ്പ്, സിങ്ക്, നിക്കൽ. ജർമ്മൻ സിൽവർ എന്നത് ചെമ്പ് 50-60%, സിങ്ക് 15-30%, നിക്കൽ 10-30% എന്നിവയുടെ ഒരു സങ്കരലോഹമാണ്. ഇതിൽ വെള്ളി അടങ്ങിയിട്ടില്ലെങ്കിലും വെള്ളി നിറമുള്ളതിനാൽ ഈ പേര് ലഭിച്ചു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ രാജ്യം? ബ്രിട്ടൻ. ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ഈ സാമ്രാജ്യം പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകി. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവുമടുത്ത നക്ഷത്രം? പ്രോക്സിമ സെന്റോറി. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെന്റോറി. ഇത് ആൽഫ സെന്റോറി നക്ഷത്ര സമൂഹത്തിലെ ഒരു ഭാഗമാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ കുറഞ്ഞ അളവ്?
6.9%. സാധാരണ അന്തരീക്ഷത്തിൽ ഏകദേശം 21% ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. 6.9% താഴെ ഓക്സിജൻ അളവ് വരുമ്പോൾ അത് മനുഷ്യന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ജീവന് ഭീഷണിയാവുകയും ചെയ്യും. ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായി. 81 വയസ്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായിയാണ് ഈ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. 1977 മുതൽ 1979 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. പ്രകൃതിയിൽ നിന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ശുദ്ധമായ ജലം മഴവെള്ളം. മഴവെള്ളം താരതമ്യേന ശുദ്ധമായ ജലസ്രോതസ്സാണ്, കാരണം ഇത് സ്വാഭാവിക വാറ്റൽ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെടുന്നത്. എന്നിരുന്നാലും അന്തരീക്ഷ മലിനീകരണം കാരണം ഇതിൽ അശുദ്ധികൾ കലരാൻ സാധ്യതയുണ്ട്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ഇപ്പോൾ മാനവ അധികാർ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിലെ മാനവ അധികാർ ഭവനാണ്. മുൻപ് ഈ കെട്ടിടം സർദാർ പട്ടേൽ ഭവൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കണ്വവംശം സ്ഥാപിച്ചത് വാസുദേവൻ. മഗധ ഭരിച്ചിരുന്ന ഒരു പ്രാചീന ഇന്ത്യൻ രാജവംശമായിരുന്നു കണ്വവംശം. ശുംഗവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി വാസുദേവനാണ് ഈ വംശം സ്ഥാപിച്ചത്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാറശാല കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്താണ്. ഇത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ബെർട്രാൻഡ് റസ്സലിന് നോബൽ സമ്മാനം ലഭിച്ച വിഷയം സാഹിത്യം. ബ്രിട്ടീഷ് തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായ ബെർട്രാൻഡ് റസ്സലിന് 1950-ൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തിന്റെ മാനുഷികവും സ്വാതന്ത്ര്യപരവുമായ ആശയങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു ഇത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ പ്രഥമ വനിത ബെർത്ത വോൺ സട്നർ. 1905. ഓസ്ട്രിയൻ സമാധാന പ്രവർത്തകയായ ബെർത്ത വോൺ സട്നർക്ക് 1905-ൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ വനിത കൂടിയായിരുന്നു അവർ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ കറുത്ത വർഗക്കാരൻ റാൽഫ് ബഞ്ച്. 1950. അമേരിക്കൻ നയതന്ത്രജ്ഞനും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ റാൽഫ് ബഞ്ചിന് 1950-ൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അറബ് ഇസ്രായേൽ സംഘർഷത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിനായിരുന്നു ഈ അംഗീകാരം. രാജർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്ന ജേതാവ് പുരുഷോത്തം ദാസ് ടണ്ടൻ. സ്വാതന്ത്ര്യസമര സേനാനിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു പുരുഷോത്തം ദാസ് ടണ്ടൻ. രാജർഷി എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹത്തിന് 1961-ൽ ഭാരതരത്നം ലഭിച്ചു. മഹർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്ന ജേതാവ് ഡോണ്ടോ കേശവ് കാർവെ. സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ വീക്ഷണനുമായിരുന്ന ഡോണ്ടോ കേശവ് കാർവെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. മഹർഷി എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹത്തിന് 1958-ൽ ഭാരതരത്നം ലഭിച്ചു. കോൺഗ്രസ് ഇതര സർക്കാരിന്റെ കാലത്ത് ഭാരതരത്നയിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ നേതാവ് ബി.ആർ. അംബേദ്കർ. 1990-ൽ വി.പി. സിംഗ് സർക്കാരിന്റെ കാലത്താണ് ബി.ആർ. അംബേദ്കറിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചത്. ഇത് കോൺഗ്രസ് ഇതര സർക്കാർ നൽകിയ ആദ്യത്തെ ഭാരതരത്നമായിരുന്നു. ചന്ദ്രയാൻ പദ്ധതിക്കായി ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിന്റെ നാമധേയം PSLV C-11. 2008-ൽ ചന്ദ്രയാൻ 1 ദൗത്യത്തിനായി ഇന്ത്യ ഉപയോഗിച്ചത് PSLV C-11 പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആയിരുന്നു. ഇത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഒരു പ്രധാന നേട്ടമായിരുന്നു. ചാത്തങ്കോ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്നത് വള്ളുവനാട് രാജാവ്. മധ്യകേരളത്തിലെ ഒരു പ്രധാന രാജവംശമായിരുന്നു വള്ളുവനാട്. അവിടുത്തെ രാജാക്കന്മാരെ ചാത്തങ്കോ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പെൺശിശുഹത്യ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ജോനാഥൻ ഡങ്കൻ.
ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്ന ജോനാഥൻ ഡങ്കൻ 1789 ബനാറസിൽ വെച്ച് പെൺശിശുഹത്യ എന്ന ദുരാചാരത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. ഇത് ഈ വിഷയത്തിൽ പൊതുജന ശ്രദ്ധ കൊണ്ടുവരാൻ സഹായിച്ചു. സ്ഥാനമാനങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിക്കാതെ എല്ലാവർക്കും നിയമത്തിനു മുന്നിൽ തുല്യപരിഗണന നൽകുക എന്നുള്ളതാണ് സമത്വം. സമത്വം എന്നത് എല്ലാ പൗരന്മാർക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനാ തത്വമാണ്. ഇത് ലിംഗം, മതം, ജാതി, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. ജയന്ത് റിഡ്ലി എന്നയിനം ആമയുടെ മുട്ടകൾ സംരക്ഷിക്കുന്നതിനുവേണ്ടി കൊളാവിപാലത്ത് രൂപവത്കരിക്കപ്പെട്ട സംഘടന തീരം. ഒലിവ് റിഡ്ലി കടലാമകളുടെ മുട്ടകൾ സംരക്ഷിക്കുന്നതിനായി കൊളാവിപാലത്ത് രൂപവൽക്കരിച്ച ഒരു സംഘടനയാണ് തീരം. കടലാമകളുടെ വംശനാശം തടയുന്നതിനും അവയുടെ ആവാസവ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും ഈ സംഘടന വലിയ പങ്ക് വഹിക്കുന്നു. ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു പച്ചിലക്കറികൾ. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ ജീവകമാണ് ജീവകം കെ. ചീര, കാബേജ്, ബ്രോക്കോളി തുടങ്ങിയ പച്ചിലക്കറികളിൽ ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിക്ക് കുറുകെയാണ്? ചാലക്കുടിപ്പുഴ. തൃശൂർ ജില്ലയിലെ ചാലക്കുടിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണ് പെരിങ്ങൽകുത്ത്. കേരളത്തിന്റെ വൈദ്യുതി ഉത്പാദനത്തിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ഏത് യുദ്ധത്തിലാണ് ജോവാൻ ഓഫ് ആർക്ക് ഫ്രാൻസിനുവേണ്ടി ധീരമായി പോരാടിയത്? ശതവത്സര യുദ്ധം, 100 വർഷ യുദ്ധം. ഫ്രാൻസിനും ഇംഗ്ലണ്ടിനുമിടയിൽ നടന്ന ശതവത്സര യുദ്ധത്തിലെ 1337 മുതൽ 1453 വരെ ഒരു നായികയായിരുന്നു ജോവാൻ ഓഫ് ആർക്ക്. ഓർലിയൻസിനെ ഇംഗ്ലീഷുകാരിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ അവർക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഫോൺ. ആൽപ്സ് പർവ്വതനിരകളുടെ വടക്കൻ ചരിവിലൂടെ വീശുന്ന ഒരുതരം വരണ്ട, ചൂടുള്ള കാറ്റാണ് ഫോൺ കാറ്റ്. ഇത് പ്രാദേശിക കാലാവസ്ഥയെ കാര്യമായി സ്വാധീനിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല സുവോളജിക്കൽ ഗാർഡൻസ്, കൊൽക്കത്ത. കൊൽക്കത്തയിലെ അലിപോർ സുവോളജിക്കൽ ഗാർഡൻസ് ഇന്ത്യയിലെ ഏറ്റവും പഴയതും വലുതുമായ മൃഗശാലകളിൽ ഒന്നാണ്. 1876 സ്ഥാപിതമായ ഇത് നിരവധി വന്യജീവികൾക്ക് ആവാസകേന്ദ്രം ഒരുക്കുന്നു. ആൽപ്സ് മലനിരകൾ ഏതു വൻകരയിലാണ്? യൂറോപ്പ്. യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ആൽപ്സ്. ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഇത് വ്യാപിച്ചുകിടക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി സ്പീക്കർ പദവിയിലെത്തിയ അനൌദ്യോഗികൻ വിഠൽഭായ് പട്ടേൽ. വിഠൽഭായ് പട്ടേൽ 1925 ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റായി സ്പീക്കർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ് ഡെന്നിസ് ടിറ്റോ. അമേരിക്കൻ വ്യവസായിയായ ഡെന്നിസ് ടിറ്റോ 2001 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റായി. ഏത് വൻകരയാണ് റോവാൾഡ് അമുണ്ട്സെൻ കണ്ടെത്തിയത്? അന്റാർട്ടിക്ക. നോർവീജിയൻ പര്യവേഷകനായ റോവാൾഡ് അമുണ്ട്സെൻ 1911 ഡിസംബർ 14 ദക്ഷിണധ്രുവത്തിലെത്തിയ ആദ്യത്തെ വ്യക്തിയായി. അന്റാർട്ടിക്കയുടെ പര്യവേഷണത്തിൽ അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ട്. ഇംഗ്ലീഷുകാർ വിഴിഞ്ഞ് വ്യാപാരശാല നിർമ്മിച്ചത് ഏതു വർഷത്തിൽ? AD 1644. 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞ് ഒരു വ്യാപാരശാല സ്ഥാപിച്ചു. കേരളത്തിലെ വിദേശ വ്യാപാര ചരിത്രത്തിൽ ഇത് ഒരു പ്രധാന സംഭവമായിരുന്നു. ഈഫൽ ഗോപുരം എവിടെയാണ്? പാരീസ്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലെ ഒരു പ്രശസ്തമായ അടയാളമാണ് ഈഫൽ ടവർ. 1889 പണികഴിപ്പിച്ച ഇത് ലോകത്തിലെ ഏറ്റവും സന്ദർശിക്കപ്പെടുന്ന സ്മാരകങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിലെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന. പഞ്ചാബിലെ ലുധിയാനയെ ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്ന് വിളിക്കുന്നു. രാജ്യത്തെ സൈക്കിൾ വ്യവസായത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണിത്. മനുഷ്യാവകാശം സംബന്ധിച്ച ആദ്യത്തെ ആഗോള രേഖ
ഐക്യരാഷ്ട്രസഭ ചാർട്ടർ 1945-ൽ ഒപ്പുവെച്ച ഐക്യരാഷ്ട്രസഭ ചാർട്ടർ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ ആഗോള രേഖയാണ്. പിന്നീട് 1948-ൽ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം UDHR പുറത്തിറക്കി. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് മുംബൈ. മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയെ ഇന്ത്യയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്നു. സാമ്പത്തികമായും സാംസ്കാരികമായും ഇത് ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അസുഖമായി കണക്കാക്കുന്നത് കുഷ്ഠം. കുഷ്ഠരോഗം ലെപ്രസി മനുഷ്യരാശിയെ ബാധിച്ച ഏറ്റവും പഴക്കമുള്ള രോഗങ്ങളിൽ ഒന്നാണ്. പുരാതന കാലം മുതൽ ഈ രോഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിവിധ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗൾഫ് ഓഫ് മാന്നാർ. തമിഴ്നാടിന്റെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമുദ്രജൈവമണ്ഡല സംരക്ഷണ കേന്ദ്രമാണ്. പൊളനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം കോഴിക്കോട്. മധ്യകാലഘട്ടത്തിൽ കോഴിക്കോട് പ്രദേശം പൊളനാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സാമൂതിരിമാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു ഇത്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ 1961 ഏപ്രിൽ 12. സോവിയറ്റ് യൂണിയന്റെ യൂറി ഗഗാറിൻ 1961 ഏപ്രിൽ 12 വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിൽ ഭൂമിയെ വലംവെച്ച് ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യനായി. റേഷൻ കാർഡ് ലഭിക്കാൻ സമീപിക്കേണ്ട ഓഫീസ് സപ്ലൈ ഓഫീസ്, താലൂക്ക് സപ്ലൈ ഓഫീസ്. റേഷൻ കാർഡിനായുള്ള അപേക്ഷകൾ സാധാരണയായി താലൂക്ക് സപ്ലൈ ഓഫീസിലോ ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഓഫീസിലോ ആണ് സമർപ്പിക്കേണ്ടത്. വേണാട്ടിലെ യുവരാജാവ് അറിയപ്പെട്ടിരുന്ന പേര് തൃപ്പാപ്പൂർ മൂപ്പൻ. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പൂർവ്വരൂപമായ വേണാട് രാജ്യത്തിലെ യുവരാജാവിനെയാണ് തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന് വിളിച്ചിരുന്നത്. തൃപ്പാപ്പൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരി എന്ന നിലയിലായിരുന്നു ഈ സ്ഥാനപ്പേര്. ഓസ്കാർ ശില്പം രൂപകൽപ്പന ചെയ്തത് സെഡ്രിക് ഗിബ്ബൺസ്. അക്കാദമി അവാർഡിന്റെ ഓസ്കാർ പ്രശസ്തമായ ശില്പം രൂപകൽപ്പന ചെയ്തത് MGM സ്റ്റുഡിയോയുടെ കലാസംവിധായകനായ സെഡ്രിക് ഗിബ്ബൺസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയായിരുന്ന ലീഗ് ഓഫ് നേഷൻസിന്റെ സർവ്വരാജ്യ സഖ്യം ആസ്ഥാനം ജനീവ. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകസമാധാനം നിലനിർത്തുന്നതിനായി സ്ഥാപിച്ച ലീഗ് ഓഫ് നേഷൻസിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയായിരുന്നു. പിന്നീട് ഇത് ഐക്യരാഷ്ട്രസഭയായി മാറി. നവീകരണ പ്രസ്ഥാനം സ്വിറ്റ്സർലൻഡിൽ അറിയപ്പെട്ട പേര് കാൽവിനിസം. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ പ്രധാന ശാഖകളിൽ ഒന്നായ കാൽവിനിസം സ്വിറ്റ്സർലൻഡിൽ ജോൺ കാൽവിൻ എന്നയാളുടെ നേതൃത്വത്തിലാണ് വികസിച്ചത്. ഇത് മതപരവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങൾക്ക് കാരണമായി. ആംഗ്ലിക്കാനിസത്തിന് നേതൃത്വം നൽകിയ ഇംഗ്ലണ്ടിലെ രാജാവ് ഹെൻറി എട്ടാമൻ. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി എട്ടാമനാണ് ആംഗ്ലിക്കൻ സഭ സ്ഥാപിക്കുകയും ആംഗ്ലിക്കാനിസത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത്. മാർപ്പാപ്പയുമായി പിരിഞ്ഞ് ഇംഗ്ലണ്ട് സഭയുടെ തലവനായി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ സർ ജെയിംസ് എറിക് ഡ്രമ്മണ്ട്. ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായ സർ ജെയിംസ് എറിക് ഡ്രമ്മണ്ട് ലീഗ് ഓഫ് നേഷൻസിന്റെ സർവ്വരാജ്യ സഖ്യം ആദ്യത്തെ സെക്രട്ടറി ജനറലായിരുന്നു. 1920 മുതൽ 1933 വരെ അദ്ദേഹം ഈ പദവിയിൽ സേവനമനുഷ്ഠിച്ചു. ബോക്സർ ലഹള 1899 മുതൽ 1901 വരെ നടന്ന രാജ്യം ചൈന. 1899 മുതൽ 1901 വരെ ചൈനയിൽ നടന്ന ഒരു വിദേശ വിരുദ്ധവും ക്രിസ്ത്യൻ വിരുദ്ധവുമായ പ്രക്ഷോഭമായിരുന്നു ബോക്സർ ലഹള. ബോക്സർമാർ എന്നറിയപ്പെട്ടിരുന്ന സമിതിയാണ് ഇത് നയിച്ചത്. ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമി ഏത് നേതാവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി SVPNPA ഇന്ത്യൻ പോലീസ് സർവീസ് EPS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന പ്രധാന സ്ഥാപനമാണ്.
പോർച്ചുഗീസുകാർ ചാലിയത്ത് കോട്ട നിർമ്മിച്ചത് ഏതു വർഷത്തിൽ? AD 1531. 1531-ൽ പോർച്ചുഗീസുകാർ കോഴിക്കോടിനടുത്ത് ചാലിയത്ത് കോട്ട നിർമ്മിച്ചു. കോഴിക്കോട്ടെ സാമൂതിരിമാരുടെ അധികാരത്തെ വെല്ലുവിളിക്കുന്നതിനുള്ള ഒരു പ്രധാന സൈനിക താവളമായിരുന്നു ഇത്. ഗാന്ധിജി ഹരിജൻ ആശ്രമം എവിടെയാണ് സ്ഥാപിച്ചത്? സബർമതി. അഹമ്മദാബാദിലെ സബർമതി നദിയുടെ തീരത്താണ് മഹാത്മാഗാന്ധി 1917-ൽ സബർമതി ആശ്രമം സ്ഥാപിച്ചത്. ഹരിജൻ ക്ഷേമം ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഇവിടെ നിന്ന് നേതൃത്വം നൽകി. ഇംഗ്ലണ്ടിൽ ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയത് 1689-ൽ. 1689-ലെ ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ ഒരു സുപ്രധാന ഭരണഘടനാ നിയമമാണ്. ഇത് പാർലമെന്റിന്റെ അധികാരങ്ങൾ ശക്തിപ്പെടുത്തുകയും രാജാവിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുകയും പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു. ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം? ജർമ്മനി. ക്രിസ്മസ് ട്രീയുടെ ആധുനിക പാരമ്പര്യത്തിന്റെ ഉത്ഭവം ജർമ്മനിയിലാണ്. 16-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഇംപീച്ച്മെന്റ് നേരിടുന്നതിന് തൊട്ടടുത്തു വരെയെത്തിയിട്ടും നടപടി തുടങ്ങുന്നതിനു മുമ്പ് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. വാട്ടർഗേറ്റ് അഴിമതിക്കേസുമായി ബന്ധപ്പെട്ട് ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടാനിരിക്കെ 1974-ൽ റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഇംപീച്ച്മെന്റ് ചെയ്യപ്പെടുന്നതിനു മുൻപ് രാജിവെച്ച ഏക US പ്രസിഡന്റാണ് ഇദ്ദേഹം. ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെർബർട്ട് ഹെൻറി അസ്ക്വിറ്റ്. 1914-ൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഹെർബർട്ട് ഹെൻറി അസ്ക്വിറ്റ് ആയിരുന്നു. ലിബറൽ പാർട്ടി നേതാവായിരുന്ന അദ്ദേഹം യുദ്ധത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ബ്രിട്ടന്റെ നയങ്ങൾ രൂപീകരിച്ചു. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് ഫ്രെഡറിക് ടെയ്ലർ. വ്യാവസായിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സയന്റിഫിക് മാനേജ്മെന്റ് എന്ന ആശയം മുന്നോട്ടുവെച്ച വ്യക്തിയാണ് ഫ്രെഡറിക് ടെയ്ലർ. ഇദ്ദേഹത്തെ ഈ സിദ്ധാന്തത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. ആധുനിക സോഷ്യോളജിയുടെ പിതാവ് മാക്സ് വെബർ. ജർമ്മൻ സാമൂഹ്യശാസ്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ മാക്സ് വെബറെ ആധുനിക സോഷ്യോളജിയുടെ സ്ഥാപകരിലൊരാളായി കണക്കാക്കുന്നു. സാമൂഹ്യശാസ്ത്ര പഠനത്തിന് ഇദ്ദേഹം പുതിയ കാഴ്ചപ്പാടുകൾ നൽകി.